ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ ചുവന്ന ചീരയാണേ. ഒരു പരീക്ഷണാർത്ഥം വിത്തിട്ട് മുളപ്പിച്ചതാണ്. ഇപ്രാവശ്യത്തെ സമ്മർ നല്ലതായതുകൊണ്ട് നല്ല വിളവുണ്ടായി കേട്ടോ. ആസ് യൂഷ്വൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഗാർഡൻ ആട്ടോ ഇത്. ആളാണ് ഇതെല്ലാം പാകി ഗാർഡനൊക്കെ സെറ്റ് ചെയ്തത്. ഞങ്ങളുടെ ആദ്യത്തെ ചീരയുടെ വിളവെടുപ്പ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആട്ടോ ഈ ചീരവിത്ത്. എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു എന്ത് വളമാണ് ഇതിന് ഉപയോഗിക്കണമെന്ന്. ഞങ്ങൾ അടിവളമായിട്ട് ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയും പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത കമ്പോസ്റ്റും ആട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നില്ല. താഴെ കുറച്ച് തണ്ട് ബാക്കി നിർത്തിയിട്ട് മേളിൽ നിന്ന് മാത്രം ആട്ടോ കട്ട് ചെയ്തെടുത്തത്. ഇനി ഒരു വട്ടം കൂടെ എടുക്കാനായിട്ട് നമുക്ക് ഈ ചീര കിട്ടുമായിരിക്കും. ഇനി എനിക്ക് 3 ദിവസം കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം കറികൾ ഉണ്ടാക്കി വെക്കണം. ഹസ്ബൻഡ് തന്നെ എന്തായാലും ചീരയൊക്കെ എനിക്ക് അരിഞ്ഞു തന്നു കേട്ടോ. ഞാൻ ചീരക്കറി ഉണ്ടാക്കുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ്. തേങ്ങയൊന്നും ഉപയോഗിക്കാറില്ല. അതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും നന്നായിട്ട് ചതച്ചെടുക്കുക. ഇവിടെ കുക്കിംഗ് ഓയിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡാലിയുടെ സ്വന്തം വെർജിൻ കോക്കനട്ട് ഓയിലാട്ടോ. എണ്ണ ചൂടായി വന്നപ്പോഴത്തേനും അതിലോട്ട് കടുക് പൊട്ടിച്ചു. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആൾക്കാരെ എല്ലാം കൂടെ ചൂടെണ്ണയിലോട്ടിട്ടു. അവരുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും മഞ്ഞപ്പൊടിയും ആവശ്യത്തിനൊപ്പും പിന്നെ നമ്മളുടെ മെയിൻ താരമായിട്ടുള്ള ചീരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചീരയുടെ ഒപ്പം തന്നെ സൈഡിൽ കൂടെ നമ്മുടെ ചിക്കൻ കറിയും റെഡിയാവുന്നുണ്ട് കേട്ടോ.